ആയുധം പകരപ്പെടുന്നതിൻ്റെ ഒരു ശുശ്രൂഷയാണ് ഇന്നിവിടെ നടത്തപ്പെടാനായിട്ട് പോകുന്നത്. ഞാൻ ഓർക്കുന്നു, ഇന്നത്തെ ഈ ദൈവവചന ശുശ്രൂഷ, ഈ 35ാമത് വാർഷിക കൺവെൻഷൻ്റെ വചനം എന്താണ്? ആ നോട്ടീസിലിട്ടിരിക്കുന്ന വചനം നിങ്ങൾ വായിച്ചായിരുന്നോ? യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം തിരുവാക്യം. യോഹന്നാൻ 6:37. എന്താണ് വചനം പഠിപ്പിക്കുന്നത്? എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ലെന്ന് ഉറക്കെ പറഞ്ഞേ. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഒരു നാളും തള്ളിക്കളയാത്ത വലിയ സ്നേഹം. ഞാൻ ഇന്നത്തെ ദിവസം ഈ ഒരു ശുശ്രൂഷയ്ക്കുള്ള വചനമായി എടുത്തിരിക്കുന്നത് ഈ വചനമാണ്. യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 37-ാം വചനം. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല. ഇവിടെ ആയിരങ്ങൾ കടന്നു വന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു എൻ്റെ അടുക്കൽ വരുന്നവനെ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന വലിയ ബോധ്യത്തോടു കൂടെയാണ്. ഞാനിന്ന് പ്രഭാതത്തിൽ ഇവിടെ ഈ ഹാളിൽ ഇരുന്നാണ് പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഈശോയുടെ ക്രൂശിത രൂപത്തെ നോക്കി ഒത്തിരി പ്രാർത്ഥിച്ചു. ഇപ്രാവശ്യം 1 വർഷത്തിന് ശേഷം വീണ്ടും ഇവിടെ വന്ന് ഈശോയുടെ ക്രൂശിത രൂപത്തിൽ നോക്കിയപ്പോൾ ആ മിഴികൾ ചലിക്കുന്നത് പോലെ, ആ മിഴികൾ എന്തോ കൂടുതൽ വിടർന്നിരിക്കുന്നത് പോലെ എനിക്ക് തോന്നി. ഞാൻ കുറച്ച് സമയം ഇവിടെ ഇരുന്ന് പേഴ്സണൽ പ്രെയർ നടത്തി. ഞാൻ ഈശോയോട് ചോദിച്ചു, കർത്താവേ, അങ്ങയുടെ കണ്ണുകൾക്ക് വലിയ മാറ്റം ഈ 1 വർഷം കൊണ്ട് വന്നിരിക്കുന്നു, എനിക്കത് തിരിച്ചറിയാനായിട്ട് സാധിക്കുന്നു. ഈശോ എൻ്റെ ഉള്ളിൽ പറഞ്ഞത് ഇപ്രകാരമാണ്: 2025-ാം ആണ്ടിലെ വാർഷിക കൺവെൻഷന് കഴിഞ്ഞ വർഷം വരാത്ത ആരൊക്കെയോ വരാനിരിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം വരുന്നവരും വരുന്നുണ്ട്. ആരെയൊക്കെയോ തേടി നോക്കി ഇരുന്ന് എൻ്റെ കണ്ണ് ചലിച്ച് കുറച്ചുകൂടെ വലുതായി സൂക്ഷ്മതയോടുകൂടെ ഈ കാണുന്ന നിങ്ങളെ തേടി, നിങ്ങളെ കാത്തിരുന്ന് കർത്താവിൻ്റെ കണ്ണുകൾ കൂടുതൽ വലുതായി. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. കണ്ണിലേക്കൊന്ന് നോക്കിക്കേ, ഈശോയുടെ കണ്ണിലേക്കൊന്ന് നോക്കിക്കേ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 34-ാം അധ്യായം 5-ാം വചനം പഠിപ്പിക്കുന്നു, അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ഒരിക്കലും ലജ്ജിതരാവുകയില്ല. ഒന്ന് പറയാവോ? അവിടുത്തെ നോക്കിയവർ പ്രകാശിതരായി, അവർ ഒരിക്കലും ലജ്ജിതരാവുകയില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. കർത്താവ് വന്നേക്കുന്നത് ഇവിടെ ഇരുന്ന് എൻ്റെ പ്രസംഗം കേൾക്കാനോ അല്ലെങ്കിൽ പാട്ട് കേൾക്കാനോ അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യടി കേൾക്കാനോ ഒന്നുമല്ല ഈശോ വന്നിരിക്കുന്നത്. 1000 സ്വർണ്ണ വീണകളാൽ തമ്പുരമീട്ടുന്ന കർത്താവിന് എൻ്റെ ഈ പ്രസംഗം കേട്ടിട്ട് എന്തിനാ കർത്താവ്? പ്രിയപ്പെട്ടവരെ, കർത്താവ് ഒരു സ്ഥലത്ത് വന്നാൽ അവിടെ ബന്ധനങ്ങൾക്ക് മോചനമുണ്ട്. കർത്താവ് ഒരിടത്ത് വന്നാൽ അവിടെ പാപശാപ എല്ലാ മേഖലകളെയും കർത്താവ് മോചിപ്പിക്കും. അന്ധകാരത്തിൽ ഇരിക്കുന്നവരെ അവിടെ നിന്ന് വിമോചിപ്പിക്കും. കർത്താവ് നമ്മുടെ മധ്യത്തിൽ വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. നസ്രായൻ നമ്മുടെ മധ്യത്തിലുണ്ട്. നമുക്കറിയാം, പിച്ചളയ്ക്ക് സദൃശമായ പാദങ്ങളുള്ളവൻ, ഉലയിൽ ചുട്ടുപൊള്ളുന്ന അഗ്നി പോലെ അവൻ്റെ പാദങ്ങൾ ഇന്ന് ഇവിടെ നമ്മുടെ ഇടയിലൂടെ ഉലാത്തുകയാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. യേശയ്യാ പ്രവാചകന്റെ പുസ്തകം 54-ാം അധ്യായം 17-ാം വചനം പഠിപ്പിക്കുന്നു. 2 കര ഉയർത്തിക്കൊണ്ടെന്ന് പറഞ്ഞ് യേശയ്യാ 54:17. കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഉപദ്രവിക്കാൻ ഉണ്ടാക്കിയ ഒരായുധവും ഫലപ്രദമാവുകയില്ല. ഇതാ എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല. 1 യോഹന്നാൻ എഴുതിയ ലേഖനം 4-ാം അധ്യായം 20-ാം വചനം പഠിപ്പിക്കുന്നു. 1 യോഹന്നാൻ 4:20. ഇന്ന് വായിക്കാവോ? നിങ്ങളുടെ ഈ ബൈബിളുണ്ടോ? വചനം കൊണ്ടുവന്നിട്ടുള്ളവരൊക്കെ ഒന്ന് എടുത്ത് ഉയർത്താവോ? ഈ ജീവന്റെ ഗ്രന്ഥം കരങ്ങളിലുള്ളവരൊക്കെ ഒന്ന് എടുത്ത് ഉയർത്താവോ? ദൈവവചനം കരങ്ങളിൽ എടുക്കാൻ കിട്ടുന്നതിന് വലിയ മഹാഭാഗ്യമാണ് പ്രിയപ്പെട്ടവരെ. ഈ വചനം കരങ്ങളിൽ എടുക്കാൻ, ഈ പെട്ടകം തോളിലെടുക്കാൻ, ഇതൊരായുസ് മുഴുവൻ ദൈവവചനം പഠിക്കാൻ, കൊണ്ടു നടക്കാൻ, വചനം ജീവിക്കാനുള്ള മഹാഭാഗ്യം കിട്ടിയവരാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 1 യോഹന്നാൻ 4-ാം അധ്യായം 20-ാം വചനം എടുത്തൊന്ന് വായിക്കാവോ? കറക്റ്റ്. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെട്ട സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുക സാധ്യമല്ല. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ ശുശ്രൂഷയുടെ ദൈവവചനം എന്ന് പറയുന്നത്. എൻ്റെ അടുക്കൽ വരിക, ഞാൻ നിന്നെ ഒരിക്കലും തള്ളിക്കളയില്ല. കർത്താവിൻ്റെ അടുക്കലേക്ക് വന്നെങ്കിൽ നമ്മൾ ചെയ്യേണ്ടതായ ചില കാര്യങ്ങളുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം നമ്മുടെ ശ്വാസത്തേക്കാൾ അടുത്ത് നിൽക്കുന്ന സാന്നിധ്യമാണ്. പക്ഷേ നമുക്കിന്നും അനേക കൺവെൻഷനുകൾ, 35 കൺവെൻഷനുകൾ കൂടിയവർ പോലും ഈ കൂട്ടത്തിൽ കാണാം. എന്നിട്ടും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി ത്രിത്വിക ദൈവ സാന്നിധ്യം ഇന്നും എന്തുകൊണ്ടാണ് നമുക്ക് ഉൾക്കൊള്ളാനാവാത്ത വിധം അകലങ്ങളിലാണെന്ന് നമുക്ക് തോന്നിപ്പോകുന്നത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ,
സ്വന്തം സഹോദരനെ ദ്വേഷിക്കുന്നവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം പറയുക. നമ്മളെല്ലാവരും തന്നെ മുറിവേറ്റവരാണ് അല്ലേ? ഞാൻ ഇന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കലങ്ങിയ കണ്ണുകൾ എനിക്ക് കാണാൻ സാധിച്ചു, വിങ്ങി വിതുമ്പുന്ന ഹൃദയങ്ങൾ എനിക്ക് കാണാൻ സാധിച്ചു, ചുട്ടു വേവുന്നത് പോലെ ഹൃദയത്തിൽ നിന്ന് ഇങ്ങനെ ആവി പൊങ്ങുന്നത് പോലെ ഒരുപാട് മൗന നൊമ്പരങ്ങൾ, ജീവിത പങ്കാളിയിൽ നിന്നും അമ്മായി അമ്മയിൽ നിന്നും അമ്മായിയപ്പനിൽ നിന്നൊക്കെ ഒരുപാട് 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 വേദന അനുഭവിക്കുന്ന മുഖങ്ങളെ സിസ്റ്റർക്ക് കാണാനായിട്ട് സാധിച്ചു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ അവസ്ഥകൾ എന്ത് തന്നെയാണെങ്കിലും നമ്മുടെ സഹോദരങ്ങളെ സ്നേഹിക്കാത്തിടത്തോളം കാലം സഹോദരങ്ങളെ ചേർത്ത് നിർത്തുവാൻ നമുക്ക് ദൈവം പല അവസരങ്ങൾ തന്നിട്ടുണ്ട്. ആ ഒരു അവസരമാണ് ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം തിരുവചനം പഠിപ്പിക്കുന്നിടത്തുനിന്ന് വായിക്കാം. നിങ്ങളെ കൊണ്ട് തന്നെ ഞാൻ വചനം വായിപ്പിക്കുകയാണ്. ഇതൊന്ന് മറിക്കണം. ബൈബിളിലാകെ എത്ര വചനങ്ങളാണുള്ളത്? ബൈബിളിലാകെ എത്ര വചനമുണ്ട്? കഴിഞ്ഞ കൺവെൻഷനും പറഞ്ഞതാണ് ബൈബിളിലാകെ എത്ര വചനമുണ്ട്. ഇവിടെ ബ്രദേഴ്സ് എല്ലാവരും കൂടി ഇരിക്കുന്നുണ്ട്. മക്കളെ, ബൈബിളിലാകെ എത്ര വചനമുണ്ട്? മുതിർന്ന അപ്പച്ചമാരും അമ്മച്ചിമാരൊക്കെ ഇരിക്കുന്നുണ്ട്. ബൈബിളിലാകെ എത്ര വചനമുണ്ട്? 35,526. ഞാൻ യൂട്യൂബിൽ കേട്ടതാണ്, ഞാൻ കണ്ടുപിടിച്ചതല്ല. 35,526. എൻ്റെ സഹോദരി സഹോദരന്മാർ, ഞാനിവിടെ ഇരിക്കുമ്പോൾ 18 വയസ്സ് മുതൽ അങ്ങ് 70 വയസ്സ് 78 വയസ്സ് 82 വയസ്സുള്ളവർ വരെ കൂട്ടത്തിൽ ഇരിപ്പുണ്ട്. ബൈബിളിലാകെ 35,526 വചനമുണ്ട്. നിങ്ങൾക്ക് എത്ര വചനം അറിയാം? യെസ്, നിങ്ങൾക്ക് എത്ര വചനം അറിയാം? 35,526 വചനം ചുമക്കാൻ തുടങ്ങിയിട്ട് കണ്ണിന് കാഴ്ചയും ആയുരാരോഗ്യവും നാഡീ ഞരമ്പുകളിൽ ശേഷിയും രക്തധമനികളിലും ജീവകോശങ്ങളിലും ഊർജ്ജവുമായി നമ്മൾ നടക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് നാളുകളായി. നമുക്ക് ഭാഷ അറിയാം, നമുക്കതിൻ്റെ എല്ലാ കാര്യങ്ങളും വചനത്തിൻ്റെ പവറിനെ കുറിച്ചൊക്കെ നമുക്കറിയാം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് ദൈവവചനം 35,526 വചനത്തിനും ജീവനുണ്ട്. എല്ലാ ദൈവവചനവും ആത്മാവും ജീവനും നിറഞ്ഞതാണ്. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 63-ാം വചനം പഠിപ്പിക്കുന്നു, കർത്താവിൻ്റെ വചനം, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം എന്തൊക്കെയാണെന്നാ പഠിപ്പിക്കുന്നത്? ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമാണ്. നേറ്റ് പറഞ്ഞേ, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവും ജീവനുമാണ്. ആത്മാവും ജീവനുമാണ്. എല്ലാ വചനത്തിന്റെ ഉള്ളിലും 2 മിസൈലുകളുണ്ട്. എല്ലാ വചനത്തിന്റെ ഉള്ളിൽ എന്തുണ്ട്? 2 മിസൈലുകൾ. ഏതൊക്കെയാണ്? ആത്മാവ്, ജീവൻ. എല്ലാ വചനത്തിന്റെ ഉള്ളിലും എന്തുണ്ട്? 2 മിസൈലുകൾ. എന്തൊക്കെയാണത്? ആത്മാവ്, ജീവൻ. ഏത് വ്യക്തിക്കും, ഏത് ഭാഷ അറിയാൻ പറ്റത്തില്ലാത്തവർക്കും, ഏത് മൃഗത്തിനും, ഏത് സസ്യലതാദികൾക്കും, ഏത് വൃക്ഷത്തിനും, ഏത് കരിമ്പാറയ്ക്കും മനസ്സിലാകുന്ന ഒരു ലാംഗ്വേജ് ഉണ്ട്. വാട്ട് ഈസ് ദാറ്റ് ലാംഗ്വേജ്? എന്താണ് ആ ഭാഷ എന്ന് പറയുന്നത്? ദൈവവചനത്തിന്റെ ശബ്ദം. ഹല്ലേലൂയ. ഹെബ്രായ ലേഖനം 1-ാം അധ്യായം 3-ാം തിരുവചനം. ഹെബ്രായ ലേഖനം 1:3. സകലതും അവിടുത്തെ ശക്തിയുള്ള വചനത്താൽ താങ്ങി നിർത്തപ്പെടുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1-ാം തിരുവചനം. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോട് കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ദൈവം തന്നെയായ വചനം. നിങ്ങൾക്ക് ഈ ഭാഷ മനസ്സിലാകുന്നില്ലെങ്കിലും നിങ്ങൾ ഇവിടെ ഇരുന്ന് കേൾക്കുന്നത് വചനമാണോ? ഞാൻ നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചില്ലെങ്കിലും എനിക്കറിയാം, ഇവിടെയുള്ള ബഹുമാനപ്പെട്ട വൈദികരിന്ന് നിങ്ങളുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങളുടെ അടുത്തെത്തിയില്ലെങ്കിലും ഇവിടെ ഉലാത്തുന്ന, നമ്മുടെ മുൻപിൽ ജീവിക്കുന്ന, നമ്മുടെ ഇടയിലൂടെ ഉലാത്തുന്ന ഒരു തമ്പുരാൻ നമ്മുടെ മധ്യത്തിലുള്ളത് കൊണ്ട് നമ്മളെല്ലാവരും സൗഖ്യം പ്രാപിച്ചിരിക്കും. ഹല്ലേലൂയ. യേശുവേ നന്ദി. നമ്മുടെ കെട്ടുകളും ബന്ധനങ്ങളും തകർച്ചകളും എല്ലാ ശത്രുവിന്റെ കോട്ടക്കൊത്തലങ്ങളും ഇന്ന് തകർന്നിരിക്കും. കാരണം നമ്മൾ കേൾക്കുന്നത് എന്താണ്? ദൈവവചനം. ഒരിക്കലും പരാജയപ്പെടാത്ത ദൈവവചനം. റോമാലേഖനം 9-ാം അധ്യായം 6-ാം തിരുവചനം. ദൈവത്തിന്റെ വചനം ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല എന്നാണ് വചനം പറഞ്ഞിരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വചനം ഒന്ന് വായിക്കാവോ? എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവൻ്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എന്നോട് പറഞ്ഞേ, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും. അപ്പോൾ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ അവന്റെ അടുത്ത് വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. എല്ലാവരും ഒന്ന് സന്തോഷത്തോടെ ഇരുന്ന്, എല്ലാവരുടെയും മുഖത്ത് ഇങ്ങനെ എന്തൊക്കെയോ വലിയൊരു ദുഃഖം ഘനീഭവിച്ചിരിക്കുകയാണ്. നമ്മൾ വചനമാണ് കേട്ടോണ്ടിരിക്കുക. കുടുംബത്തിൽ ഒത്തിരി കാര്യങ്ങൾ ഒതുക്കിയിട്ട് ഓടിക്കതച്ചാണ്. ഞാൻ നോക്കിയപ്പോൾ ഒരു അമ്മച്ചി അവിടെ വന്നിട്ട് സാരിയുടെ പ്ലീറ്റ്സ് ഒക്കെ ശരിയാക്കി ഇടുകയാണ്.
ഒരു ചേച്ചി ചൂരിദാറൊക്കെ വലിച്ചു കിടുകയാണ് അവിടെ നിന്നുകൊണ്ട്. കാരണം അത്രമാത്രം തിരക്ക് പിടിച്ച് ഷോളൊക്കെ എടുത്ത് ഇങ്ങനെ ഓടി അവർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, സക്കേവൂസ് ഈശോയെ കാണാൻ വേണ്ടി ആ മരത്തിൻ്റെ മുകളിലേക്ക് ധൃതി പിടിച്ച് കയറിയപ്പോൾ അവൻ്റെ വീട്ടിലേക്ക് കർത്താവ് കയറി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശോയെ കാണാനുള്ള ആഗ്രഹത്തോടെ ഈ 2ാം നാൾ നിങ്ങൾ ഈ ആലയം തേടി വന്ന് ഇവിടെ ഈ പന്തലിരിക്കുമ്പോൾ കർത്താവ് നമ്മുടെ കുടുംബത്തിൽ കയറിയിട്ടുണ്ട്. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി. അപ്പോൾ ഞാൻ നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞു, ഇത് ഒരു ആയുധ കൈമാറ്റത്തിൻ്റെ ദിവസമാണെന്ന്. ഇന്നൊരു ആയുധം നിങ്ങൾക്ക്, 2 ആയുധങ്ങൾ സിസ്റ്റർ നിങ്ങൾക്ക് ഇന്ന് പോകുമ്പോഴത്തേക്കും തന്നുവിടാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് 2 വജ്രായുധങ്ങളാണ്. ഹല്ലേലൂയ. അതൊരു ഇരുമ്പായുധമല്ല, അത് 2 വജ്രായുധമാണ് നിങ്ങളുടെ കൈ തരാനായിട്ട് പോകുന്നത്. ഒന്നാമത്തെ ആയുധം എന്ന് പറയുന്നത് ആത്മാവിൻ്റെ വാൾ, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാൾ. നമുക്കറിയാം, ഉൽപ്പത്തിയുടെ പുസ്തകം 49-ാം അധ്യായം 5-ാം തിരുവാക്യം പഠിപ്പിക്കുന്നു. യാക്കോബ് തൻ്റെ പുത്രന്മാരെ അനുഗ്രഹിക്കുകയാണ്. ശിമയോനും ലേവിയും കൂടപ്പിറപ്പുകളാണ്. അവരുടെ വാളുകൾ അക്രമത്തിൻ്റെ ആയുധങ്ങളാണ്. അവരുടെ വാളുകൾ അക്രമത്തിൻ്റെ ആയുധങ്ങളാണ്. അനുഗ്രഹിച്ചുകൊണ്ട് പറയുകയാണ്, ശിമയോനും ലേവിയും കൂടപ്പിറപ്പുകളാണ്. അവരുടെ വാളുകൾ അക്രമത്തിൻ്റെ ആയുധങ്ങളാണ്. നമുക്കറിയാം, പുറപ്പാടിൻ്റെ പുസ്തകം 32-ാം അധ്യായത്തിൽ മോശ പർവ്വതങ്ങളിലേക്ക് കയറിപ്പോയി മലയിലിരുന്ന്, സീനായി മലയിലിരുന്ന് 40 ദിനരാത്രങ്ങൾ ദൈവവുമായി പ്രാർത്ഥനയിലാണ്. 2 ഉടമ്പടി പലകയുമായി മോശ താഴേക്ക് ഇറങ്ങി വന്നപ്പോൾ കണ്ട കാഴ്ച ഭയാനകമായിരുന്നു. കാളക്കുട്ടിയെ ഉണ്ടാക്കി അവർ വിഗ്രഹാരാധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ട് കലി കയറിയ മോശ വിളിച്ചു പറയുകയാണ്, ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവർ, യഹോവയുടെ പക്ഷത്തുള്ളവർ ഇങ്ങോട്ട് മാറി നിൽക്കട്ടെ, യഹോവയുടെ പക്ഷത്തുള്ളവർ ഇങ്ങോട്ടേക്ക് മാറി നിൽക്കട്ടെ എന്ന് പറഞ്ഞു. വിഗ്രഹാരാധകനിൽ അവർ ഡാൻസൊക്കെ കളിച്ച് അവരിങ്ങനെ വിഗ്രഹത്തെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ ലേവി ഗോത്രക്കാർ മോശയുടെ പക്ഷത്തേക്ക് മാറി നിന്നു. മോശ അവരോട് പറഞ്ഞു, നിങ്ങളുടെ കണ്ണിൽ അലിവ് തോന്നരുത്. നിങ്ങൾ വാളുപയോഗിച്ച് നിങ്ങൾ കണ്ണിൽ കണ്ടവരെയെല്ലാം സംഹരിക്കണം. 3000-ഓളം ആളുകളെ അന്ന് സംഹരിച്ചുവെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ 32-ാം അധ്യായം പുറപ്പാടിൻ്റെ പുസ്തകത്തിൽ എഴുതി വെക്കുന്നു. എൻ്റെ പക്ഷത്തുള്ളവർ, ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവർ ഇങ്ങോട്ടേക്ക് മാറി നിൽക്കട്ടെ. എനിക്ക് തോന്നുന്നു ഈ കോട്ടയം ജില്ലയിലെ ഈ പരിസരത്ത്, ഈ അതിരമ്പുഴ ഈ ഭാഗത്ത് ദൈവത്തിൻ്റെ പക്ഷത്തുള്ള നിങ്ങൾ ഇങ്ങോട്ടേക്ക് മാറി നിന്നവരാണ്. ഹല്ലേലൂയ. നിങ്ങളുടെ ജീവിത പങ്കാളിയും മക്കളും അയൽവക്കംകാരും ആരെങ്കിലും ഇവിടെ കടന്നു വന്നിട്ടില്ലെങ്കിലും നിങ്ങൾ ഓരോരുത്തരും ദൈവപക്ഷത്ത് നിൽക്കുവാൻ, അവർക്ക് വേണ്ടി കൂടെ ഞാൻ എന്നെ തന്നെ വിശുദ്ധീകരിച്ചു കൊള്ളാമെന്ന് പറഞ്ഞ് ദൈവപക്ഷത്തേക്ക് ഓടിയെടുത്തവരാണ് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഓരോരുത്തരും. യാക്കോബ് തൻ്റെ മക്കളെ അനുഗ്രഹിച്ച്, ശിമയോനും ലേവിയും കൂടപ്പിറപ്പുകളാണ്, അവരുടെ വാളുകൾ അക്രമത്തിൻ്റെ ആയുധങ്ങളാണ് എന്നാണ് പറയുന്നത്. നമുക്കറിയാം, പുതിയ നിയമത്തിൽ മറ്റൊരു ശിമയോനെ നാം കണ്ടെത്തുന്നു, പത്രോസ് എന്ന് പറയുന്ന ശിമയോൻ. ആ ശിമയോൻ ഗെത്സമേൻ തോട്ടത്തിൽ ഈശോ പ്രാർത്ഥന കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ കുന്തവും വടിവാളുമായി കർത്താവിനെ ആക്രമിക്കാൻ ചുടുചുംബനം കൊണ്ട് ഒറ്റിക്കൊടുക്കാൻ വേണ്ടിയിട്ട് യൂദാസ് വന്നു. അവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന പ്രധാന പുരോഹിതന്റെ സേവകനെ അവന്റെ ചെവി വാൾ ഉപയോഗിച്ച് വെട്ടിക്കണ്ടിക്കുകയാണ്. ഉടനെ കർത്താവ് എന്താ പറഞ്ഞത്? ശിമയോൻ, നിന്റെ വാൾ നീ ഉറയിലിടുക, നിന്റെ വാൾ നീ ഉറയിലിടണം. കർത്താവ് പുതിയ നിയമത്തിൽ നമുക്ക് തന്നിരിക്കുന്നത് അക്രമത്തിൻ്റെ വാളും അക്രമത്തിൻ്റെ പരിചയമല്ല. കർത്താവ് പുതിയ നിയമത്തിൽ ഈശോ നമുക്ക് തന്നത്, ഹെബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വചനം, കർത്താവിൻ്റെ വചനം പറയുന്നു, കർത്താവിൻ്റെ വചനം സജീവവും, എല്ലാവർക്കും അറിയാം, ഉറക്കെ പറഞ്ഞേ, കർത്താവിൻ്റെ വചനം സജീവവും ഊർജ്ജസ്വലവുമാണ്, ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയലും ചേതനയിലും ആത്മാവിലും സന്ധിബന്ധങ്ങളിലും മജ്ജയിലും തുളച്ചു കയറി ഹൃദയത്തിൻ്റെ വികാരങ്ങളെ വിവേചിച്ചറിയാൻ പുതിയ നിയമത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന വജ്രായുധം ഏതാണത്? The word of God. Hallelujah. യേശുവേ നന്ദി. ചെങ്കടലിനെ പിളർത്തുവാൻ ദൈവവചനത്തിന് സാധിക്കും. ഗോലിയാത്തിനെ വീഴിക്കുവാൻ ദൈവവചനത്തിന് സാധിക്കും. നമ്മുടെ കുടുംബത്തിലെ തകർച്ചകളെ നീക്കുവാൻ, ആഴിയുടെ ശക്തി കെടുത്തുവാൻ, ആഴിയെ 2ആയി വിഭജിക്കുവാൻ കർത്താവിൻ്റെ വചനത്തിന് സാധിക്കും. രാജാക്കളെയും ചെങ്കോലുകളെയും വീഴ്ത്തുവാൻ വചനത്തിന് സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ വചനം നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുണ്ട്. ഇത് ആയുധം. ഈ ആയുധം നമുക്ക് പൊരുതേണ്ടത്, ഈ ലോക ജീവിതത്തിൽ ജീവിക്കുന്ന നമുക്ക് പൊരുതേണ്ടത് ഈ വജ്രായുധം എടുത്താണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
ഈ അതിരമ്പുഴയുടെ 35ാമത് വാർഷിക കൺവെൻഷനിൽ പങ്കുചേരുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നിങ്ങൾ രണ്ട് കരത്തിലും ഓരോ ആയുധവുമായിട്ടാണ് എൻ്റെ സഹോദരങ്ങൾ ഇന്ന് നിങ്ങളുടെ വീടുകളിലേക്ക് മടങ്ങിപ്പോകേണ്ടത്. വലത് കൈയിൽ ദൈവവചനമെന്ന ആയുധം, എഫേസോസ് ലേഖനം 6-ാം അധ്യായം 12-ാം തിരുവചനം, ദൈവവചനമെന്ന ആത്മാവിൻ്റെ വാൾ എടുക്കുക. ഈ വാൾ എടുക്കുന്നതിന് മുൻപ് നമ്മൾ ജീവിതത്തിൽ ചില വ്യതിയാനങ്ങൾ വരുത്തണം. അതെ, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് വരുവിൻ, എൻ്റെ അടുക്കിലേക്ക് വരുന്ന ഒരുവനെയും ഞാൻ തള്ളിക്കളയില്ല എന്നാണ് കർത്താവ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഇരിക്കുന്ന നിങ്ങൾ വലത് കൈയിൽ ദൈവവചനമെന്ന ആയുധവും ഇടത് കൈയിൽ വിശ്വാസം എന്ന പരിചയമേന്തി ഇന്ന് നിങ്ങളുടെ വീടുകളിലേക്ക്, നിങ്ങളുടെ ഓരോരുത്തരുടെയും കുടുംബജീവിതമാകുന്ന പാളയത്തിലേക്ക് നിങ്ങൾ ഇന്ന് നടന്നകലുമ്പോൾ സഹോദരങ്ങളെ, നിങ്ങൾ ജീവിതത്തിൽ ചില നിലപാടുകൾ എടുത്തേ മതിയാവുകയുള്ളൂ. ഇവിടെ ഇരിക്കുന്നവരിൽ കുടുംബത്തിൽ അസ്വസ്ഥതയുള്ളവരുണ്ട്, മനസ്സിൽ കലുഷിതമായിരിക്കുന്നവരുണ്ട്, ജീവിത പങ്കാളിയെ അംഗീകരിക്കാനോ സ്നേഹിക്കാനോ സാധിക്കാത്ത വിധം ജീവിതം ഉണങ്ങി വരണ്ടിരിക്കുന്ന അവസ്ഥയിലുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഒരു നീരുറവ കർത്താവ് ഇന്ന് തുറന്നിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. ഇന്നിവിടെ ഈ പന്തലിരുന്ന് പരിശുദ്ധ കുർബാന അർപ്പിച്ചപ്പോൾ ഞാനൊരു കാഴ്ച കണ്ടു. ഞാൻ ഈശോയുടെ തിരുമുഖത്ത് നോക്കി എന്നാണ് ഇന്ന് പരിശുദ്ധ കുർബാനയിൽ സംബന്ധിച്ചത്. ഞാൻ കണ്ട കാഴ്ച ഇങ്ങനെയായിരുന്നു. ആ ഈശോയുടെ തിരുക്കാസിൽ നിന്നും തിരുരക്തം ഒഴുകി ഇങ്ങനെ ഈ അൾത്താരിയിൽ നിന്നും ചുവട്ടിലേക്ക് ഒഴുകി ഈ സ്റ്റെപ്പുകളിലൂടെ താഴേക്ക് 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 ഇറങ്ങി 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 കിരിഞ്ഞ് 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 നിങ്ങളിരിക്കുന്ന ഈ ഹോള് മുഴുവൻ ഒരു രക്തക്കടലായി മാറിയിരിക്കുന്നു. ഹല്ലേലൂയ, യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. 1 യോഹന്നാൻ 1:7 ഏറ്റുപറഞ്ഞ് അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. പുറകിലുള്ളവരുടെ സ്വരം കേൾക്കാനില്ല. അവിടുത്തെ പുത്രനായ എല്ലാവരും അധരം ഒന്ന് തുറന്നേ. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. അവിടുത്തെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപങ്ങളിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. നമുക്ക് ചെയ്യാനുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്നാമത് ചെയ്യാനുള്ള കാര്യം, കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കുക സാധ്യമല്ല. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങൾ ചില സാഹചര്യത്തിൽ നിങ്ങൾ കുർബാനയ്ക്ക് വരണ്ടെന്ന് കർത്താവ് പറയുക. ഏത് സാഹചര്യത്തിലാണ് കർത്താവ് അങ്ങനെ പറഞ്ഞത്? നിങ്ങൾ പരിശുദ്ധ കുർബാനയ്ക്ക് നിൽക്കണമെന്നില്ല, നിങ്ങൾ പൊക്കോളം പറയുക. ഏത് സാഹചര്യത്തിലാണ്? നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് നീ അവിടെ വെച്ചോർത്താൽ, നീ ബലിവസ്തു അവിടെ വെച്ചിട്ട് നീ എങ്ങോട്ടേക്ക് പോ? നീ കുർബാന കാണണ്ട, നീ പോ. എങ്ങോട്ടേക്ക് പോ? നിന്റെ സഹോദരനുമായി രമ്യതപ്പെടാൻ പോകാനായിട്ട് പറയുകയാണ്. എത്രമാത്രം പ്രാധാന്യമാണ് കർത്താവ് അതിനെ കൊടുത്തത്. നമുക്കറിയാം, നമ്മെ സൃഷ്ടിച്ച തമ്പുരാന് നമ്മെക്കുറിച്ച് അറിവില്ലേ? ആ എടുത്തുചാട്ടക്കാരനായ പത്രോസിനെയും വഞ്ചകനായ യൂദാസിനെയും കൂടെ കൂട്ടിയ കർത്താവിന് നമ്മുടെ ജീവിത പങ്കാളിയെയും കുടുംബ സാഹചര്യങ്ങളെയും അറിയത്തില്ലേ? പ്രിയപ്പെട്ടവരെ, ഗിദെയോൻ മിദിയാൻ സൈന്യത്തെ ഭയന്ന് മുന്തിരിച്ചക്കില് ഗോതമ്പ് മെതിച്ചുകൊണ്ടിരുന്ന ആളായിരുന്നു ഗിദെയോൻ. ഗിദെയോന് കർത്താവ് പ്രത്യക്ഷപ്പെട്ടിട്ട് ഗിദെയോനോട് പറഞ്ഞു, നമുക്കറിയാം ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 20 മുതലുള്ള തിരുവചനങ്ങളിൽ ഗിദെയോനോട് കർത്താവ് പറയുകയാണ്, ഗിദെയോൻ, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായ മനുഷ്യ, വീര പരാക്രമിയെ, ഇതാ കർത്താവ് നിന്നോടുകൂടെ. ഏറ്റവും ധീരനായ മനുഷ്യ, കർത്താവ് നിന്നോടുകൂടെ. ഹല്ലേലൂയ, യേശുവേ നന്ദി. പേടിച്ചരണ്ട് ഇതാ മിദിയാൻകാര്, ഇസ്രായേൽ ജനം അവിടെ ചെന്ന് വിത്ത് വിതയ്ക്കും. മിദിയാൻകാർ അതെല്ലാം ചവിട്ടിക്കളയും. ഇസ്രായേൽ ജനം അവിടെ തങ്ങളുടെ ആടുമാളുകളെ പോറ്റാനായിട്ട് അവിടെ കൊണ്ടുപോയി പുൽമേടുകളിൽ വിടും. മിദിയാൻകാർ അതെല്ലാം പിടിച്ചുകൊണ്ടുപോകും. ഇവരിങ്ങനെ പാറയിടുക്കുകളിലൊക്കെ ഒളിച്ച് താമസിക്കുകയാണ്. ഇസ്രായേൽ ജനം പേടിച്ച് വേറെ ചോർത്ത് താമസിക്കുമ്പോൾ ഇതാ ദൈവമായ കർത്താവ് പ്രത്യക്ഷപ്പെട്ട് ഗിദെയോനോട് പറഞ്ഞു, ഗിദെയോൻ, ഇതാ വീരനായ പുരുഷ, കർത്താവ് നിന്നോടുകൂടെ. എന്താണ് ഗിദെയോൻ മറുപടി പറഞ്ഞത്? അപ്പാ, ഞാൻ ഏറ്റവും നിസ്സാരനായി ബെഞ്ചമിൻ ഗോത്രത്തിൽപ്പെട്ട ആളാണ്. ഞാൻ വീരശൂര പരാക്രമി ഒന്നുമല്ല. ഞാൻ വളരെ ഒരു പേടിച്ച് ജീവിക്കുന്ന ഒരാളാണ്. പക്ഷേ ദൈവമായ കർത്താവ് പറയും, മിദിയാൻകാരുടെ കയ്യിൽ നിന്ന് ഇസ്രായേൽ ജനത്തെ മോചിപ്പിക്കുവാൻ ദൈവമായ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നത് നിന്നെയാണ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി, നിന്റെ കുടുംബ ജീവിതത്തിൽ ഇന്ന് സ്വസ്ഥതയില്ലെങ്കിൽ നീ ഓർക്കണമേ, നീ ഇന്ന് പേടിച്ച് വിറച്ച് മാളങ്ങളിൽ ഒളിച്ചിരിക്കുന്ന അവസ്ഥയിൽ ഞാൻ ഈ വീട്ടിൽ ഒരു പേര് മാത്രം
മാത്രമേ ഉള്ളൂ, എനിക്ക് എന്നെ പരിഗണിക്കാനോ സ്നേഹിക്കാനോ ആരുമില്ല, ഒരു വേലക്കാരിയെ പോലെ ഞാൻ ഇവിടെ കിടന്ന് അധ്വാനിക്കുന്നുവെന്ന് ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും സഹോദരിമാരോ സഹോദരന്മാരോ ഉള്ളിൽ വിചാരിക്കുന്നുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ആ കുടുംബത്തെ നേടിയെടുക്കുവാനുള്ള വിളി നിന്റെ ഉള്ളിലുണ്ട്. ഹല്ലേലൂയ. അദ്ദേഹത്തോട് ദൈവമായ കർത്താവ് പറഞ്ഞു, നിനക്ക് ഞാൻ 2 അടയാളങ്ങൾ തരാം. നിങ്ങളെ ഭാഗം ഒന്ന് വായിച്ചു നോക്കണം, സമയക്കുറവ് ഞാൻ പറയുന്നില്ല. പ്രിയപ്പെട്ടവരെ, 6-ാം അധ്യായം 25 മുതലുള്ള വചനങ്ങളിൽ പറയുകയാണ്, നീ അതിനൊരു കാര്യം ചെയ്യുക. നീ ഒന്നാമതായി ചെയ്യേണ്ട കാര്യം, നീ നിന്റെ അപ്പൻ്റെ തൊഴുത്തിലേക്ക് ചെല്ലുക. നിന്റെ അപ്പൻ്റെ വീട്ടിലെ തൊഴുത്തിലേക്ക് ചെല്ലുക. അവിടെ ചെന്ന ഏഴാമത്തെ കെട്ടിയിരിക്കുന്ന 2 വയസ്സുള്ള കാളക്കുട്ടിയെ അഴിച്ചു കൊണ്ടുവന്ന് നീ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കുക. ദഹന ബലിയായി ആ കാളക്കുട്ടിയെ അർപ്പിക്കുക. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൈവത്തിനറിയാവോ ഗിദെയോന്റെ അപ്പനൊരു തൊഴുത്തുണ്ടെന്ന്? ദൈവത്തിനറിയാവോ? 7-ാമത്തെ കയറിൽ ഒരു കാളക്കുട്ടിയെ കെട്ടിയിട്ടുണ്ടെന്ന് കർത്താവിനറിയാവോ? ആ കാളക്കുട്ടിക്ക് 2 വയസ്സാണെന്ന് കർത്താവിനറിയാവോ? കർത്താവിനറിയാത്തതായിട്ട് എന്തെങ്കിലും ഉണ്ടോ? കർത്താവിൻ്റെ കണ്ണിൻ്റെ വെട്ടം എന്തുമാത്രമാണ്? കർത്താവിൻ്റെ കണ്ണിൻ്റെ വെട്ടം, പ്രഭാഷകന്റെ പുസ്തകം 23-ാം അധ്യായം 19-ാം തിരുവചനം, കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് തേജോമയമാണ്. നേറ്റ് പറഞ്ഞേ, കർത്താവിൻ്റെ കണ്ണുകൾ സൂര്യനേക്കാൾ 10,000 മടങ്ങ് തേജസ്സുള്ളതാണ്. പ്രിയപ്പെട്ട സഹോദര, എൻ്റെ മകന് 35 വയസ്സായിട്ടും വിവാഹം നടന്നിട്ടില്ല. കർത്താവ് ഇത് കാണുന്നില്ലേ? 40 വയസ്സായിട്ടും എൻ്റെ മകൾ വീട്ടിൽ തന്നെ നിൽക്കുകയാണ്. 25-ാമത്തെ വയസ്സിൽ വിവാഹാലോചന തുടങ്ങി, ഇന്നും നടന്നിട്ടില്ല. പ്രിയപ്പെട്ടവരെ, കർത്താവിന് ചിന്ത ഗിദെയോന്റെ അപ്പൻ്റെ വീട്ടിലെ തൊഴുത്തും അപ്പൻ്റെ വീട്ടിലെ 7-ാമത്തെ കയറിൽ കെട്ടിയിരിക്കുന്ന 2 വയസ്സുള്ള കാളക്കുട്ടിയെ കുറിച്ചുമല്ല. കർത്താവ് നിന്റെ കാര്യത്തിൽ വ്യാപൃതനാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഹബക്കൂക്ക് പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 2 മുതലുള്ള തിരുവചനങ്ങൾ പറയുന്നു, ദർശനം രേഖപ്പെടുത്തുക. ഓടുന്നവന് പോലും മനസ്സിലാകത്തക്ക വിധം ഒരു പലകയിൽ നിങ്ങൾ എഴുതുക. ഓടുന്നവന് പോലും മനസ്സിലാകത്തക്ക വിധം നിങ്ങൾ ഒരു പലകയിൽ എഴുതുക, ഇതാ ദർശനം പൂർത്തിയാകാനുള്ള സമയമായിരിക്കുന്നു. അത് തീർച്ചയായും വരും. അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക. ഹൃദയപരമാർത്ഥത ഇല്ലാത്തവൻ പരാജയപ്പെടും. പ്രിയപ്പെട്ടവരെ, ദർശനം ആത്മാവിൽ നമ്മൾ എന്ത് കാണുന്നുവോ അതാണ് ദർശനം. നമുക്കറിയാം, ഈ 2025-ാം ആണ്ടിലെ നമ്മുടെ ദർശനം ആത്മാവിൽ, നമ്മളുടെ കാഴ്ച, നമ്മുടെ വിശ്വാസത്തിൻ്റെ കണ്ണുകൾ തുറക്കേണ്ടത്, ആത്മാവിൽ തുറക്കേണ്ടത് ദൈവത്തിന് എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരു നാളും തള്ളിക്കളയുകയില്ല എന്ന വചനത്തിലേക്കായിരിക്കട്ടെ. ഹല്ലേലൂയ. യേശുവേ നന്ദി. നിങ്ങൾ ഇരിക്കുക. ഇങ്ങനെ ഒരു മഞ്ഞ ടൈലിട്ട ഒരു ടൈലിൻ്റെ പുറത്താണെന്നോ നിങ്ങൾ കാല് ചവിട്ടിയിരിക്കുന്നത് ഒരു കറുത്ത കാർപ്പറ്റിലാണെന്നോ ഒന്നും ഞാൻ ചിന്തിക്കുന്നില്ല. നിങ്ങളെല്ലാവരും ഇരിക്കുന്നത് ഒരു രക്തക്കടലിലാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി. ആ തിരുനിണം, ആ ചുടുരക്തം ഈ ശുശ്രൂഷ കഴിയുമ്പോഴേക്കും നിങ്ങളിൽ പ്രവർത്തന നിരതമാകും.